ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പലഹാരമാണല്ലേ അട. അപ്പോൾ ഇന്ന് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഞാനും വിചാരിച്ചു കുറേ നാളായി അട ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അട ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് അട ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അട ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. എങ്കിലും ചിലവർ ശർക്കര ഉരുക്കിയിട്ട് അതിൽ നാളികേരം വിളയിച്ചിട്ട് അട ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് പഞ്ചസാരയും നാളികേരം കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ അടയുടെ ഉള്ളിൽ വെച്ച് മടക്കുന്നത്. ഇതിനോടാണ് എനിക്ക് പണ്ട് തൊട്ടേ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇത് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ അരിപ്പൊടി കൊണ്ട് അട ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പൊടിയുടെ അട തന്നെയാണ്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പലഹാരമാണല്ലേ ഗോതമ്പിൻ്റെ അടയും ഗോതമ്പ് ദോശ, അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പീച്ചാമ്പൊടി. അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത്രയും അങ്ങോട്ട് പ്രിയ അല്ലെങ്കിലും നമുക്കൊരു ചെറിയൊരു പലഹാരമായിട്ട് ഇതെടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.